ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യൂൾ ടൈഡ് 2024 ഭാഗമാകുവാനും ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഇടയാക്കിയ വലിയ ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. And I'm really glad to be a part of Yule Tide, and I'm really happy to be given this opportunity to share a small thought with you all today. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബൈബിൾ പോർഷനിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നുണ്ട്. കന്യകയായ മറിയയും മച്ചിയായ എലിസബത്തും. ഇവരുടെ 2 പേരുടെയും ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾ അറ്റ് അൺഎക്സ്പെക്റ്റഡ് ടൈം സംഭവിക്കുകയാണ്. ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ എത്ര മനോഹരമായാണ് ഒരു മിറക്കിൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതും എക്സിക്യൂട്ടഡ് ആയിരിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാകും. 34-ാം വാക്യത്തിൽ എ മിസ്റ്ററി ഇസ് ബീങ് അൺഫോൾഡഡ്. മറിയ വളരെ ആശ്ചര്യത്തോടെ, വളരെ സർപ്രൈസിംഗ്ലി ഷീ ഈസ് ആസ്കിങ് ദി ഏഞ്ചൽ തൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും, ഗബ്രിയേൽ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് വളരെ ആശ്ചര്യത്തോടെ മറിയ ചോദിക്കുന്നു. 35-ാം വാക്യത്തിൽ we can see the instructions are being given by the angel to Maria. തുടർന്ന് ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Relying on God's power is being seen in this particular verse. 37-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇവിടെ an assurance is being given. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ മാറ്റിവെച്ച് മറിയ ഒരു കമ്മിറ്റ്മെൻറ്റോടെ, വിത്ത് എ സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, മേരി ഇസ് ടെല്ലിങ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ആൻഡ് മേരി ലീൻഡ് ഓൺ ഗോഡ്സ് വേർഡ് ആൻഡ് ഹിസ് പ്രോമിസസ്. ഒട്ടും സംശയിക്കാതെ മറിയ പറയുന്നു, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ആൻഡ് ഫൈനലി വി കൻ സീ ദി ഇറ്റേണൽ പ്രോമിസ്, യേശു കർത്താവിൻ്റെ ജനനം. അപ്രകാരം ട്രസ്റ്റിംഗ് ഇൻ ഹിം, റിലൈങ് ഓൺ ഹിസ് വേർഡ്സ്, റിലൈങ് ഓൺ ഹിസ് പ്രോമിസസ്, നമുക്ക് ഈ കാലങ്ങളിൽ യേശു കർത്താവിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാനോട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ.